എല്ലാവർക്കും വൈഷ്ണവ് കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ പാലട പായസം ഉണ്ടാക്കി. അപ്പോൾ ബോളിയും പാലട പായസമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അത് ബോളിയും പാലട പായസം ഇങ്ങനെ കുതിർന്ന് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വൈഷ്ണവ് കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ബ്രാഹ്മിൻസിൻ്റെ പാലട മിക്സും ഉണ്ട്, പാലട പായസം ഉണ്ടാക്കിയാണ്. അപ്പോൾ നമ്മുടെ 1 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും കൂടി മിക്സ് ചെയ്തതാ നമ്മുടെ പാലട മിക്സ്ഡായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ പാലട മിക്സ് പായസം. അപ്പോൾ നമ്മുടെ ഇത് ആ പാലിൽ കിടന്ന് തിളച്ച് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ വറുത്ത് ഇടാം. ഇതിൽ 1/2 ലിറ്റർ പാലാണ് അവർ യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ 1 ലിറ്റർ പാലും ഞാൻ 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് അതൊന്ന് തിളച്ച് ഇച്ചിരി വറ്റിയാൽ ഞാൻ കുറച്ചും കൂടി നല്ലോണം പാലൊഴിച്ച് മിക്സ് ചെയ്യും. 1/2 ലിറ്റർ ആണെങ്കിൽ 1/2 ലിറ്റർ തന്നെ ചേർക്കണം. നമ്മളിവിടെ ക്വാണ്ടിറ്റി കുറച്ച് പാല് ഇവിടെ അത്ര ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇച്ചിരി വെള്ളം കൂടി കൂട്ടിയത്. അപ്പം നമ്മളുടെ പാല് തിളച്ച് തങ്ങി അര വെന്ത് വരെയാണ്. നമ്മൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഉരുളിയിലുണ്ടാക്കണം, എപ്പോഴും ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് ഞാൻ സമയപ്രകൃതി വെച്ച് ഇങ്ങനെ ഇളക്കി കുറേ നേരമായിട്ട് ഇളക്കിയാണ്. ഇപ്പോഴാണ് വെന്താണ്. അപ്പോൾ നമുക്കിനി കുറച്ച് നെയ്യിൽ മുന്തിരിങ്ങയും കാഷ്യൂനത്തും വറുത്ത് കോരി മാറ്റാം. ഇപ്പം തന്നെ നമ്മളുടെ അട ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറുതായിട്ട് കുറച്ച് നെയ്യിൽ പഞ്ചസാരയും നമ്മുടെ പാല് ഒഴിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് ചെറുതായിട്ടൊന്ന് കുറുക്കി നമ്മൾ അതിലോട്ട് ഒഴിക്കാൻ പോവുകയാണ്. അട ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കൈവിടാതെ ഇളക്കണം. അപ്പം ഓണം സ്പെഷ്യലായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ കണ്ടറിയാം, അത്യാവശ്യം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ആകട്ടെ. നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. നമുക്കിനി കാര്യം ചെയ്യാം, ഇത് അതിലോട്ടങ്ങ് ഒഴിച്ചിട്ട് ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കശുവണ്ടി മുന്തിരിങ്ങയും ഇടാം. എന്തായാലും അട വെന്ത് നന്നായിട്ട് ആ പാലുമായി വെന്ത് ആ രുചി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കുടിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് ഇളക്കിക്കൊണ്ടാണ് ഇരുന്നത്. നമുക്കിനി ഒരു കാര്യം എന്താണ്, ഇത് ഞാൻ ഒഴിച്ച് വെക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടു. ഇതൊന്നിങ്ങനെ തിളച്ച് വേണം. ഇതാണ് എൻ്റെ രഹസ്യം. ഇതാണ് ഞാൻ ലാസ്റ്റ് കുറച്ച് പാലിൽ നെയ്യ് ഒഴിച്ച് പഞ്ചസാര ഇട്ട് മിക്സ് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും പാലും നമ്മുടെ മിൽക്ക് പൗഡറും ഏലക്ക ഇട്ട് കുറുക്കിയെടുക്കും. ഇത് നമ്മൾ മിക്സ് വാങ്ങിക്കണമെങ്കിൽ ഞാൻ പാൽപ്പൊടി ഉപയോഗിക്കില്ല. പാലും ഏലക്കയും നെയ്യും പഞ്ചസാരയും കൂടി ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു ചെറിയൊരു കുറുകുമ്പം ഞാൻ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്, ചെറിയൊരു കുറുക്കലുണ്ട്. നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്കിത് ഇനി നമ്മുടെ പായസത്തിൽ ഒഴിക്കാം. പായസം നന്നായിട്ട് കുറുകിയുകൊണ്ട് നമ്മൾ ഇത്രയും കുറുക്കിയാൽ മതി, കൂടുതൽ കുറുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അത് നല്ല മധുരമുണ്ട്. ആ ഒരു മണവും ഒക്കെ ഇവിടെ അടിക്കുന്നുണ്ട്, നല്ല മണവുമാണ്. വറുത്ത കശുവണ്ടി നമ്മൾ ഇതിലോട്ടിട്ട് കഴിഞ്ഞു. ഇതാ മുന്തിരിങ്ങ എടുത്ത് വെച്ചേക്ക്. ഇത് നേര് വറുത്തെടുത്തേന്ന്. നമ്മളിത് കറുത്ത മുന്തിരിയാണ് ഉപയോഗിക്കണം. നിങ്ങൾക്ക് മറ്റേ മുന്തിരി ഉപയോഗിക്കാം. കറുത്ത മുന്തിരി ഇഷ്ടമുള്ളവർക്ക് കറുത്ത മുന്തിരി ഉപയോഗിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കറുത്ത മുന്തിരി. കാരണം എനിക്ക് പായസത്തിൽ ഏറ്റവും ഇഷ്ടം ഇതുപോലെ ബ്ലാക്ക് മുന്തിരിയാണ്. അത് കറുത്ത റീസൺസാണ് ഇഷ്ടം. അപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് നമ്മുടെ പായസത്തിലോട്ട് ഇടാം. നമ്മുടെ മുന്തിരിങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. കണ്ടല്ലോ എല്ലാവരും, നന്നായിട്ട് മിക്സ് ചെയ്തു, നല്ലോണം മിക്സ് ചെയ്ത് ഇനി ബോളിയുമായിട്ട് ബോളിൽ വെച്ച് അതിൽ കുറച്ച് പായസം വെച്ച് നമുക്ക് കഴിക്കുന്ന ടേസ്റ്റാണ്. പഴമായിട്ടും സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ആക്ച്വലി പായസം കഴിക്കുമ്പോൾ ഏതൊരു പായസമായാലും ഞാൻ പഴമാണ് യൂസ് ചെയ്യാറുള്ളത്. പാൽപ്പായസം ആയിക്കോട്ടെ, ഏതൊരു പായസം ആയിക്കോട്ടെ, നമ്മൾ എന്താ പറയുക, പഴമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഇത് നല്ല ബോളി വെച്ച് അതിൽ കൂടി ഇത് ചൂടോടെ ഒഴിച്ച് 2 പിടി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാദും
ടേസ്റ്റ് പറയും. അപ്പം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ബ്രാഹ്മിൻസ് പാലട മിക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓണം കളർഫുൾ ആക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.